ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊരു 8,000-9,000 റുപ്പീസിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആണിത്. നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റെഡ്മിയുടെ 13C എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണാണ്. ഇതൊരു ബേസിക് സ്മാർട്ട് ഫോണാണ്. നമുക്ക് ഒരു 8,000 റുപ്പീസിനൊക്കെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 6.74 ഇഞ്ചിൻ്റെ 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. കൊറിയൻ ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 ആണ് പ്രൊസസർ വരുന്നത്. പഴയതാണ് കുറച്ച്. പിന്നെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 50 MP AI ട്രിപ്പിൾ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ പറയുക 4G ആണ്, 5G സപ്പോർട്ട് അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വിക്കായിട്ട് നമുക്ക് എന്താ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് വരുന്നുണ്ട്. 1 TB എക്സ്പാൻഡബിൾ സ്റ്റോറേജ് കാർഡ് സപ്പോർട്ട് വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ടൈപ്പ് സി മാസീവായിട്ടുള്ള 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റർ ആയിട്ടുള്ള 5 GHz വൈഫൈ സപ്പോർട്ട് വരുന്നുണ്ട്. 180 GHz ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സും സംഭവങ്ങളൊക്കെ. അപ്പോൾ ബോക്സ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ബോക്സ് വരിക. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എൻ്റെ ബാക്കിലുണ്ടോ. ഈ സൈഡിൽ റെഡ്മി സീനുണ്ട്. ഇതുപോലെ തന്നെ മോസ്റ്റ് അവാർഡ് എന്നൊക്കെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ. സോണി എന്താ ഫോക്കസ് ആവാത്ത ഷോക്കേസ് മോഡൊക്കെ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഈ സാധനം അപ്ഡേറ്റ് ആയതിനു ശേഷം ഭയങ്കര എന്താ പറയുക, ഇതിന് MRP 14,000 രൂപയാണ് കേട്ടോ. 6 GB വരുന്നതാണ്, 128 GB ആണ് വരുന്നത്. അപ്പോൾ ഒരു 8,000 രൂപയ്ക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് നമ്മൾ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ സംഭവങ്ങളൊക്കെ എന്താ പറയുക ഓണാക്കി സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കേസും സംഭവമൊന്നും ഇല്ല കേട്ടോ. ഇവർ നിർത്തി കേസുകളിലൊക്കെ. നമുക്കിവിടെ ഒരു സിം ചെട്ട് ടൂൾ ഉണ്ട്. പിന്നെ നമുക്കൊരു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്, ടൈപ്പ് A to ടൈപ്പ് സി. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ളൊരു ചാർജർ വരുന്നുണ്ട്. ഇതിൻ്റെ വാട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 18 വാട്ട് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇത് 18 വാട്ടൊന്നും ഇല്ല കേട്ടോ. 5 volt 2 ampere ആണ്. 10 ampereൻ്റെ 10 വാട്ടിൻ്റെ ചാർജറാണ്. പക്ഷേ അത് 18 വാട്ട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കത് മാറ്റി. എന്തൊരു മണം ഉണ്ടല്ലോ, എന്തൊരു മണം ഉണ്ട്, ഒരു പെർഫ്യൂമിൻ്റെ പോലത്തെ മണം. ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. കാണാനൊക്കെ നല്ല ലുക്കാട്ടാ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഏതാണ് കണ്ടു, കാണാനൊക്കെ നല്ല ലുക്ക്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് പ്ലാസ്റ്റിക് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. സാർ വാല്യൂ ഒക്കെ വരുന്നത് ഞാൻ കൂടെ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണുന്നുണ്ടായിരിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. പിന്നെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ടൈപ്പ് സി വരുന്നുണ്ട്. ഞാനത് ഓൺ ചെയ്യാം. ഇതാണ് ഡിസ്പ്ലേ. കണ്ടോ, നോർമൽ ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ആവശ്യം 90 ഹെർട്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. നമുക്കൊരു അപ്ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് അറിയിക്കും ഇതിൽ നിറച്ച് പരസ്യങ്ങൾ വരുന്നുണ്ട്. അതൊരു മോശപ്പെട്ട പരിപാടിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഇല്ലാതെ ബ്ലോട്ട് വൈസ് സംഭവമൊന്നുമില്ല. ഞാൻ കുറേ അൺഇൻസ്റ്റാൾ ചെയ്തു. ഈ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ തന്നെ നിറച്ച് ബ്ലോട്ട് വൈസ് ആണ്. ഇപ്പോഴും ഒരു കൊട്ടക്കണക്കിന് ബ്ലോട്ട് വൈസ് എടുക്കുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ഒക്കെ ആവറേജ് ആണ്. ഞാൻ പിന്നെ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെങ്കിൽ വെച്ചാൽ മാനേജ് ചെയ്യാം. പക്ഷെ ആർക്കും ഈ ഒരു ബേസിക് എന്താ പറയുക ഫോണിലാരും ക്യാമറ പെർഫോമൻസ് സംഭവം നോക്കുന്നുണ്ട്, അതിലില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് കാണിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതാണ് എൻ്റെ ക്ലാരിറ്റി വരുന്നുണ്ടോ. ഫ്രണ്ട് ക്യാമറ പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ സെൽഫി ക്യാമറ ബിലോ ആവറേജ് എന്നാ പറയാറുള്ളൂ. വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിച്ചുതരാം. പക്ഷെ ക്വിക്കാണ് കേട്ടോ. അതാ കുറച്ച് കുഴപ്പങ്ങളുണ്ട് സെൽഫി ക്യാമറയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളൊരു 8,000 റുപ്പീസ് അല്ലെങ്കിൽ 8,000 to 9,000 റുപ്പീസിന് നിങ്ങളൊരു ഫോൺ ഒരു സെക്കൻഡറി ഫോണായിട്ടോ ആണെങ്കിൽ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു ഫോണാണ്. നമുക്ക് ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇതിൻ്റെ സൈഡ് മൗണ്ടിലാണ് ഫിംഗർ പ്രിൻ്റ് വരുന്നത് കേട്ടോ. ബാക്കി നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തോന്നുന്നുണ്ട്. ഇതിൽ നമുക്ക് 128 GB ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര മെമ്മറി നമുക്ക് നമുക്ക് ബാലൻസ് കിട്ടുന്നുണ്ടെന്ന് നോക്കി നോക്കാം. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 112 GB നമുക്ക് ബാലൻസ് വരുന്നുണ്ട് കേട്ടോ. ഓൾറെഡി ഒരു അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട്. MIUI 14 ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ റെഡ്മിക്കാരുടെ അല്ലെങ്കിൽ ഷോമിയുടെ പുതിയ ഹൈപ്പർ വോയിസ് ഒന്നും ഇതിൽ വരില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതിൽ MIUI 14 വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് 14 വന്നിട്ടുണ്ട്. ഓൾറെഡി 14 ആണ്, 14.0.3. പക്ഷെ അതല്ലാണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 14.0.50. അതെനിക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് തോന്നുന്നത്. 500 MB മാത്രമേ ഉള്ളൂ.
അപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ് തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിങ് അല്ലെങ്കിൽ ഒരു പരിചയപ്പെടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ 15C അല്ലേ 13C റെഡ്മി 13C സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങളൊരു 10,000 താഴെ ഞാൻ പറയില്ല, ഒരു 8,000 താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു ഫോണാണ്. എന്ന് വെച്ചാൽ നമുക്ക് 10,000 താഴെ ഇപ്പോൾ വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് ajnj.banksupport ഒന്ന് കാണാത്തവർ പോയി കണ്ടുപോകുക. നമ്മളതിൽ നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും പേഴ്സണൽ ലോൺസും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ കിട്ടും. നമ്മുടെ റഫറൽ ലിങ്കും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ടെലിഗ്രാം ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങൾ നമ്മളതിൽ ഫൈനാൻഷ്യൽ സംഭവങ്ങളും ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട. അടുത്ത കാണാം.